ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവൻദായകൻ ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലോ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ യേശുവിനെ പോലെ നമ്മെ സ്നേഹിപ്പാൻ മറ്റാരും തന്നെയില്ല. കർത്താവ് പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതേ പാട്ടുകാരൻ പാടുന്നത് പോലെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പാലിക്കുന്ന, നമ്മുടെ മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്ന, പുതുജീവൻ പകരുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം നമുക്ക് വായിക്കാം. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്, നമ്മെ യേശു കർത്താവ് സ്നേഹിക്കുന്നു എന്ന് പലരും അറിയുവാൻ ദൈവം സംഗതി വരുത്തും. ചിലപ്പോൾ നമ്മുടെ അവസ്ഥകൾ ഒരു വാതിലുകളും തുറന്നു കാണുവാൻ കഴിയാതെ അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ, എല്ലാ വാതിലുകളും നമ്മുടെ മുൻപിൽ അടയപ്പെട്ട അനുഭവത്തിൽ നാം ആയിരിക്കാം. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് കടന്നു വരുമ്പോൾ നാം കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നു, യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നാലും ഇതെങ്ങനെ വന്നു ഭവിക്കുന്നു എന്ന് പലരും നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്നു പകൽക്കാലം കർത്താവ് നമ്മോട് പറയുന്നു, നമ്മെ യേശു കർത്താവ് സ്നേഹിക്കുന്നു എന്ന് പലരും അറിയുവാൻ ദൈവം സംഗതി വരുത്തും. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഫിലദൽഫിയയിലെ സഭയിലെ ദൂതന് എഴുതുന്നൊരു ഭാഗമാണ് നാം വായിക്കുന്നത്. അതിൻ്റെ 7-ാം വചനത്തിൽ നാം വായിക്കുന്നു, യേശു കർത്താവ് ഈ സഭയ്ക്ക് തന്നെ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവർ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഈ സഭ ഒരടയപ്പെട്ട അനുഭവത്തിൽ, അല്ലെങ്കിൽ ആമേൻ, പുതിയതൊന്നും കാണുവാൻ കഴിയാത്തൊരവസ്ഥയിൽ ആയിരുന്നിരിക്കാം. ഉപദ്രവങ്ങൾ ഹേതുവായും പലവിധമായ പ്രശ്നങ്ങൾ ഹേതുവായും അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈ സഭയെ എടുത്ത് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നാൽ ഈ സഭയ്ക്ക് നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. 8-ാം വചനത്തിൽ വായിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. 10-ാം വചനത്തിൽ പറയുന്ന സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടു. അപ്പോൾ വചനം കാക്കുന്ന ഒരു സഭയായിരുന്നു ഇത്. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുടെ നടുവിലും ഞെരുക്കത്തിൻ്റെയും അടയപ്പെട്ട അനുഭവത്തിലും ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ നിഷേധിക്കാതെ, ആമേൻ, സ്തോത്രം, യേശുവിനെ തന്നെ സ്നേഹിച്ച് കർത്താവിനോട് പ്രിയമുള്ള ഒരു സഭയായിരുന്നു ഫിലദൽഫിയയിലെ സഭ.
എന്നാൽ അവർക്ക് പ്രതിസന്ധികളും കഷ്ടങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ആമേൻ, ഇനിയും നീ വിശ്വസ്തയോടെ നിൽക്കുക, നിശ്ചയമായി ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് മറ്റുള്ളവർ അറിയുവാൻ സംഗതി വരുത്തും. ഉദാഹരണമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അവിടെ മറിയെക്കുറിച്ചും ലാസറിനെക്കുറിച്ചും മാർത്തയെക്കുറിച്ചും നാം വായിക്കുന്നു. അവിടെ അതിൻ്റെ 3-ാം വചനത്തിൽ പറയുന്നു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. അപ്പോൾ ലാസർ കർത്താവിന് പ്രിയനായവൻ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ യേശുവിന് എത്രത്തോളമാണ് ലാസറിനോടും കുടുംബത്തോടും പ്രിയമുള്ളതെന്ന് മറ്റാർക്കും അറിയില്ലായിരുന്നു. എന്നാൽ അത് യേശു അവിടെ വെളിപ്പെടുത്തി. എപ്പോഴാണ്? അത് ഈ 11-ാം അധ്യായം അതിൻ്റെ 35-36 വചനങ്ങളിൽ യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അതെ, ചില ദീനങ്ങൾ വരുമ്പോൾ, ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, പല ചോദ്യങ്ങളും പല ഉത്തരം മുട്ടിപ്പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാലും കർത്താവിൻ്റെ സമയത്ത് അവിടെ കടന്നു വരും. യേശു കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും. ഇവിടെ യേശു കണ്ണുനീർ വാർത്തു. അതെ, നമ്മുടെ കണ്ണുനീർ കണ്ട് കർത്താവ് മറികടന്ന് പോകുകയില്ല. അപ്പോൾ സകലരും പറഞ്ഞു, യഹൂദന്മാർ പറഞ്ഞു, കണ്ടോ, ഇവനോട് യേശുവിന് എത്ര പ്രിയമുണ്ടായിരുന്നു. യേശു അങ്ങനെ അവിടെ വിട്ടുകളഞ്ഞില്ല. യേശു ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥിതികൾക്ക്, അവസ്ഥകൾക്ക് കർത്താവ് വ്യത്യാസം നൽകും. ഏത് പ്രതിസന്ധിയിലും വചനത്തെ കാത്തുകൊള്ളാം. കർത്താവിൻ്റെ നാമം നിഷേധിക്കാതെ ആ യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നേറാം. നിശ്ചയമായി നമ്മെ സ്നേഹിക്കുന്നു എന്ന് യേശു കർത്താവ് പലരും അറിയുവാൻ സംഗതി വരുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.